കെ സജീഷ് ഉണ്ട് വിവരങ്ങളുമായി. സജീഷ്, ഇപ്പോൾ ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കർക്കശ നിലപാടാണ് NSSനുള്ളത്. സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് NSS. ആ നിലപാട് ഉറച്ചു നിൽക്കും, സർക്കാർ നിലപാട് മാറ്റിയാലും ഇല്ലെങ്കിലും എന്നുകൂടിയാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൽ ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, സംസ്ഥാന സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നാണ് NSSന്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള കോടതി വിധിക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ നീങ്ങിയപ്പോൾ അതിനെതിരെ അതിശക്തമായി സമരവുമായി രംഗത്ത് വന്നത് NSS ആണ്. NSSന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് നാമജപ ഘോഷയാത്ര അടക്കമുള്ള സമര പരിപാടികളിലേക്ക് NSS കടക്കുകയും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടന NSS ആണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ രാഷ്ട്രീയമായി മാറുകയാണ്. NSSും CPM-ഉം സംസ്ഥാന സർക്കാരും തമ്മിൽ വളരെ അടുത്ത ബന്ധത്തിലാണുള്ളത്. രാഷ്ട്രീയമായി ഒന്നു പോകുന്ന ഒരു സമീപനമാണ് ഇരുവരും ഇപ്പോൾ സ്വീകരിക്കുന്നത്. അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ UDF-നെയും BJP-യും എല്ലാം പിണക്കിക്കൊണ്ട് NSSന്റെ നേതൃനിര സർക്കാരിനും CPM-നും ഒപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതുകൊണ്ട് NSSന്റെ ഈ നിലപാടിന് ഒപ്പം സംസ്ഥാന സർക്കാർ നിൽക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടെല്ലാം തന്നെ നമുക്ക് വ്യക്തമാകുന്നത് NSSന് ഈ യുവതി പ്രവേശനത്തിലുള്ള എതിർപ്പ് സംസ്ഥാന സർക്കാരും CPM മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ NSSനെ പോലുള്ള സംഘടനയെ പിണക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോകില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറാത്തതായി ഒന്നുമില്ലല്ലോ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ചത്. സ്വാഭാവികമായിട്ടും NSSന് ഇപ്പോൾ സർക്കാരിൽ വിശ്വാസമുണ്ട്. അത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് NSS സ്വീകരിച്ചിരുന്ന യുവതി പ്രവേശനം അനുവദിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം സർക്കാരും വരും എന്നൊരു പ്രതീക്ഷയാണ് ജനറൽ സെക്രട്ടറി വാക്കുകളുള്ളത്. ഏതായാലും ഇനി സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ് നിർണായകം. വാദങ്ങൾ മാർച്ച് പകുതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട്. നേരത്തെ LDF സർക്കാർ ഉള്ളപ്പോൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു പ്രതിസന്ധിയുണ്ട്. സർക്കാരിന് ഇപ്പോൾ നിലപാടെടുക്കുന്നത് രാഷ്ട്രീയമായി എങ്ങനെ ഇത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കൂടി പരിശോധിച്ചുകൂടി വേണ്ടിവരും. അതുകൊണ്ട് തന്നെ സത്യവാങ്മൂലം ഒരുപക്ഷെ ആ നിലപാടിൽ നിന്നും മാറേണ്ടി വരും. അങ്ങനെ ഒരു ഉറപ്പ് NSSനൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആഗോള അയ്യപ്പ സംഗമ ഘട്ടത്തിൽ തന്നെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ സർക്കാർ എന്ത് നിലപാടെടുത്താലും വ്യത്യസ്തമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് യുവതീ പ്രവേശത്തെ എതിർത്തുകൊണ്ട് പാർട്ടി ഒരു നിലപാട് ഇപ്പുറത്ത് പറയുക, അപ്പുറത്ത് സർക്കാർ മറിച്ചൊരു തീരുമാനമെടുക്കുക. അതിനുള്ള സാധ്യത എത്രത്തോളം കാണും? തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് CPM സ്വീകരിക്കുന്ന അടവ് നയം എന്തായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ മുന്നിലുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പിന്റെ മുന്നിലിരിക്കുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുക. അതല്ല എങ്കിൽ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും CPM യുവതി പ്രവേശനത്തിനെതിരായി നിലനിൽക്കുകയും ചെയ്യുക. പക്ഷേ ഇത് 2 വരുമ്പോഴും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കൃത്യമായൊരു രാഷ്ട്രീയ ക്ലാഷായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു അഗ്നിപരീക്ഷ CPM-ന് മുന്നിലുണ്ട്. അതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ CPM-നും സർക്കാരിനും ഒപ്പം ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സമീപനം അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനേ ഇപ്പോൾ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനും CPM-നും ആകുകയുള്ളൂ. അത് തന്നെയായിരിക്കും സ്വീകരിക്കാൻ പോകുന്ന നിലപാടും. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ അടവ് നയമാണോ എന്നൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കേണ്ടതുണ്ട്. നേരത്തെ വളരെ ശക്തമായി നവോത്ഥാന മതിൽ ഉൾപ്പെടെയുള്ള സമരങ്ങളുമായിട്ട് രംഗത്ത് വന്ന ഒരു സർക്കാരിന് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മാറാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഏതായാലും വളരെ ആശയക്കുഴപ്പത്തിലാണ് സർക്കാരും CPM ഉള്ളത്. NSSന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അതിനൊപ്പം സർക്കാർ നിൽക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്.